ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസം തന്നെയാണ്. സത്യവിശ്വാസത്തിലൂടെ പലതരത്തിലുള്ള ചൂഷണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ടല്ലേ. ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ തഖ്വയോടുകൂടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൽ വീഴാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു ഉദാഹരണ സഹിതം പറയാം. ഉദാഹരണത്തിന് പണത്തിനോടുള്ള ഒരു ആർത്തി അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഈ ഇത്തരം ഡിജിറ്റലായിട്ടുള്ള തട്ടിപ്പുകളിൽ എത്തിക്കുന്നത്. ഇത്ര കൊടുത്താൽ ഇത്ര കിട്ടും, ഇത്ര കൊടുത്താൽ അതിന് ഇരട്ടിയായിട്ട് കിട്ടും എന്നുള്ള സംസാരം വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു കച്ചവടത്തിന് അതിന് കൃത്യമായിട്ടുള്ള സത്യസന്ധത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇറക്കുന്ന മുതലും അതിൻ്റെ ലാഭവും തമ്മിലുള്ള അനുപാതത്തിനെ കുറിച്ചൊക്കെ ഇസ്ലാമിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഊഹക്കച്ചവടം എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഡിജിറ്റൽ തട്ടിപ്പ് മാത്രമല്ല, എന്ത് തട്ടിപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചാൽ മതി.